ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ 51ാം മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ഗുജറാത്ത് തുടക്കത്തിൽ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വരികയായിരുന്നു. മിന്നും ഫോമിലുള്ള ഓപ്പണർമാരായ സായി സുദർശനും നായകൻ ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഗംഭീര കൂട്ടുകെട്ടാണ് ഒന്നാം വിക്കറ്റിൽ സൃഷ്ടിച്ചത്. പവർ പ്ലേയിൽ 82 റൺസ് അടിച്ച ഗുജറാത്ത് ഒന്നാം വിക്കറ്റിൽ 87 റൺസാണ് സൃഷ്ടിച്ചത്. മുഹമ്മദ് ഷമിയുടെ ഒരു ഓവറിൽ 5 4 അടക്കം നേടിയ സായി സുദർശൻ 23 പന്തിൽ 48 റൺസ് എടുത്ത് പുറത്തായതോടെയാണ് കൂട്ടുകെട്ട് പൊളിഞ്ഞത്. 9 ബൗണ്ടറി അടക്കം നേടിയ സായി സുദർശനെ സ്പിന്നർ സിഷീൻ അൻസാരിയാണ് പുറത്താക്കിയത്. ഹൈദരാബാദിന്റെ പേസർമാരെല്ലാം പവർ പ്ലേയിൽ നന്നായി തല്ലുകൊണ്ടു. പാറ്റ് കമ്മിൻസും മുഹമ്മദ് ഷമിയും ജയദേവും ഹർഷൽ പട്ടേലുമെല്ലാം പവർ പ്ലേയിൽ നന്നായി തല്ലുകൊണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ പവർ പ്ലേയിൽ തന്നെ ഗുജറാത്ത് അടിത്തറ പാകിയതോടെ ഹൈദരാബാദ് നായകൻ പാറ്റ് കമ്മിൻസിനെതിരെയാണ് വിമർശനം ഉയരുന്നത്. കമ്മിൻസിന്റെ മണ്ടൻ തീരുമാനം ഗുജറാത്തിന് മികച്ച സ്കോറിലേക്ക് എത്താൻ സഹായിച്ചുവെന്ന് തന്നെ പറയാം. ഇത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. പവർ പ്ലേയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഈ സീസണിലെ മികച്ച സ്കോറാണ് പടുത്തുയർത്തിയത്. 4 പേസർമാരെയാണ് ഗുജറാത്തിനെതിരെ പവർ പ്ലേയിൽ ഹൈദരാബാദ് ഉപയോഗിച്ചത്. എന്നാൽ ഒരു സ്പിന്നർക്ക് പോലും അവസരം നൽകാൻ നായകൻ പാറ്റ് കമ്മിൻസ് തയ്യാറായില്ല. ഇതോടെ ഗുജറാത്ത് നന്നായി സ്കോർ ഉയർത്തുകയും ചെയ്തു. പിച്ചിൽ വലിയ ടേൺ ലഭിച്ചിരുന്നില്ല. എന്നാൽ സ്പിന്നർമാർക്ക് മികവ് കാട്ടാൻ സാധിക്കുന്ന സാഹചര്യം പിച്ചിലുണ്ടായിരുന്നു. ഇത് 7ാം ഓവറിൽ വ്യക്തമായിട്ടുണ്ട്. പവർ പ്ലേക്ക് പിന്നാലെയാണ് സ്പിന്നറെ കമ്മിൻസ് കൊണ്ടുവരുന്നത്. സീഷൻ അൻസാരി ആദ്യ ഓവറിൽ തന്നെ സായി സുദർശനെ പുറത്താക്കി. 4 പേസർമാരെ പവർ പ്ലേയിൽ ഉപയോഗിച്ച കമ്മിൻസ് എന്തുകൊണ്ടാണ് സ്പിന്നറെ പരീക്ഷിക്കാതിരുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പേസർമാർ നന്നായി തല്ലുകൊണ്ടപ്പോഴും വീണ്ടും പേസർമാരെയാണ് കമ്മിൻസ് പരീക്ഷിച്ചത്. സ്പിന്നറെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പവർ പ്ലേക്കുള്ളിൽ വിക്കറ്റ് നേടിയെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ കമ്മിൻസ് ഇത് ഉപയോഗിക്കാതിരുന്നത് മണ്ടത്തരമായെന്ന് പറയാം. ക്ലാസിക് താരമാണെന്നാണ് സായി സുദർശനെ പൊതുവെ വിലയിരുത്തുന്നത്. 2020-യിൽ വമ്പൻ അടിക്കാർക്ക് മാത്രമല്ല ക്ലാസിക് താരങ്ങൾക്കും എങ്ങനെ തിളങ്ങാനാവുമെന്ന് തെളിയിക്കുകയാണ് സായി. സ്ഥിരതയോടെ മിന്നിക്കാൻ താരത്തിന് സാധിക്കുന്നുണ്ട്. ഈ സീസണിൽ 500 റൺസ് മറികടക്കുന്ന ആദ്യ താരമായാണ് സായി സുദർശൻ വരുന്നത്. 2020-യിൽ വേഗത്തിൽ 2000 റൺസ് നേടുന്ന താരമാകാനും സായി സുദർശനായി. 59 ഇന്നിംഗ്സിൽ നിന്ന് ഈ നേട്ടത്തിലെത്തിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് സായി തകർത്തത്. 54 ഇന്നിംഗ്സിൽ നിന്നാണ് സായിയുടെ ഈ നേട്ടം. മോശം ഷോട്ടുകൾക്ക് മുതിരാതെ ബൗളറുടെ പേസിനെയും പിച്ചിന്റെ സ്വഭാവത്തെയും മനസ്സിലാക്കിയാണ് സായി സുദർശൻ കളിക്കുന്നത്. ഇന്ത്യ സായിയെ 2020 ടീമിലേക്ക് വിളിക്കണമെന്നാണ് ആരാധകർ പറയുന്ന കാര്യം. സായിയും ശുഭ്മാനും ചേർന്ന് ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യുന്ന കാലം അകലെ അല്ലെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ ശുഭ്മാൻ ഗില്ലും നിലവിൽ 2020 ടീമിന് പുറത്താണ്. എന്നാൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും തകർപ്പൻ പ്രകടനമാണ് ഗിൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗില്ലും ഇന്ത്യയുടെ 2020 ടീമിലേക്ക് വൈകാതെ മടങ്ങിയെത്തിയേക്കും.